നിത്യോപയോഗ ആവശ്യങ്ങളിൽ ഒരു പ്രധാന വസ്തുവാണ് ജലം. അതിന് പലതരത്തിലുള്ള ഉപയോഗ സാധ്യതകളുണ്ട്. പ്രകൃതിയിൽ ലഭ്യമായ വിഭവങ്ങളിൽ പ്രധാന അളവ് ജലത്തിനുണ്ട്. എന്നാൽ സുലഭമായി ലഭിക്കുന്ന വിഭവമായതുകൊണ്ട് തന്നെ ജനങ്ങൾ അമിതമായി ജലം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ജലത്തിനെതിരെയുള്ള ഈ ചൂഷണം ചെന്നെത്തുന്നത് കൊടും വരൾച്ചയിലേക്കായിരിക്കും എന്ന് നമുക്ക് സംശയിക്കാതെ പറയാം. ആ പാതയിലേക്ക് ഇനി അധികം ദൂരമില്ല. പലരും ഇന്ന് ജലത്തിന്റെ ആവശ്യകത മനസ്സിലാക്കാതെ ജലത്തെ അനാവശ്യമായും അല്ലാതെ ചൂഷണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധയില്ലായ്മ മൂലം ടാപ്പിലൂടെ ജലം പാഴായി പോകുക, ആവശ്യങ്ങൾ കഴിഞ്ഞാലും ടാപ്പുകൾ അടയ്ക്കാതിരിക്കുക, കൂടാതെ ശുദ്ധമായ ജലസ്രോതസ്സുകളിൽ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിച്ച് ജലത്തെ മലിനമാക്കുക എന്നിവയൊക്കെ ജലത്തിനെതിരെയുള്ള ചൂഷണങ്ങൾക്ക് ഉദാഹരണങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് ഒരേപോലെ ജല മലിനീകരണം നടക്കുന്നുണ്ട്. ഓസോൺ പാളിയിൽ ഉണ്ടാക്കുന്ന ശോഷണവും പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗവുമെല്ലാം ജലത്തിന്റെ ലഭ്യതയിൽ കുറവ് വരുത്തുന്നതിന് പ്രധാന കാരണമായി മാറുന്നു. അമിതമായി മണ്ണെടുക്കൽ, പാടങ്ങൾ നികത്തൽ, പ്രകൃതി ചൂഷണം എന്നിവയെല്ലാം വരൾച്ചയിലേക്ക് ജനങ്ങളെ നയിക്കുന്നു. ജല ദൗർലഭ്യത ഇല്ലാതാക്കാൻ നാം മനസ്സുവെച്ചാൽ സാധിക്കും. തടാകങ്ങളും പുഴകളും മലിനമാക്കാതെ അവയെ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, മഴവെള്ളം സംഭരിക്കുക, ഇവയെല്ലാം ജലം സംരക്ഷിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ്. ഇതുപോലെ നാം ജലത്തെ സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമാകൂ. നാം ജലത്തിന്റെ മൂല്യത്തെ മനസ്സിലാക്കാതെ പോയാൽ അതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ വളരെയധികം അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ജലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ജലം ചൂഷണം ചെയ്യുന്നവരെ മനസ്സിലാക്കുകയും അവരെ ജലത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും കൂടാതെ തനിക്ക് ലഭിച്ച അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് എല്ലാവരും ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓരോ തുള്ളി ജലവും വളരെ അമൂല്യമായി തന്നെ നാം ഓരോരുത്തരും കാണണം. ജലം അമൂല്യമാണ്. അത് സംരക്ഷിക്കണമെന്ന ഓരോ വാക്യവും നമുക്ക് നമ്മുടെ ജീവനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്.
വെള്ളമില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മരത്തെയും ഓരോ ചെറു ചെടിയെ പോലും സംരക്ഷിച്ചു നിർത്തേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജലത്തെ നാം ഒരു രീതിയിലും ചൂഷണം ചെയ്യില്ല എന്ന് മുദ്രാവാക്യം ഏറ്റെടുത്തു. നാം എല്ലാവരും ജലത്തെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ജലക്ഷാമമോ ജലത്തിന്റെ കുറവോ ഇവയെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ ലോകമായി മാറട്ടെ നമ്മുടെ ഈ കൊച്ചു ഭൂമി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ.